കേരളത്തിൽ വോട്ടെണ്ണൽ ബലം പുറത്തുവന്നു എങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന് കോൺഗ്രസിന് ഇതുവരെയും തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രീകരിച്ച് ചില നിർണായകമായ ചർച്ചകളാണ് നടക്കുന്നത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും തമ്മിൽ നിർണായകമായ കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുപ്രധാനമായ ചില തീരുമാനങ്ങൾ ഇരുവരും കൈക്കൊണ്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ മുൻ KPCC അധ്യക്ഷന്മാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. മാത്രമല്ല കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. അതുമാത്രമല്ല ഹൈക്കമാൻഡിന്റെ ചില രഹസ്യ പ്രതിനിധികൾ കേരളം സന്ദർശിക്കുകയും ഇവിടെ എന്താണ് സാഹചര്യമെന്ന് അവലോകനം ചെയ്യുകയും ചെയ്തു എന്ന നിർണായകമായ വിവരം കൂടി പുറത്തു വരുന്നു. കേരളത്തിൽ VD സതീശന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് ഇപ്പോൾ ഉള്ളത്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കാതിരുന്നാൽ അത് കേരളത്തിലെ UDF ഒന്നാകെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് ഹൈക്കമാൻഡിന് മനസ്സിലായി കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹൈക്കമാൻഡിനെ വളരെ പ്രിയപ്പെട്ട KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനാണ് രാഹുൽ ഗാന്ധി അടക്കം മുൻകൈയെടുത്തത്. പക്ഷേ കേരളത്തിലെ നിലവിലെ സാഹചര്യം അതിന് അനുകൂലമല്ല. KC മുഖ്യമന്ത്രിയായി എത്തുകയാണെങ്കിൽ കോൺഗ്രസിനെതിരെ വലിയ ജനവികാരമുണ്ടാകും. മാത്രമല്ല KC ഉപതെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ അതിൽ പരാജയപ്പെടുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് നാണക്കേടായി മാറുകയും ചെയ്യും. മാത്രവുമല്ല ഇപ്പോൾ നിലവിൽ ആലപ്പുഴ ലോക്സഭാ സീറ്റ് നഷ്ടമാകുന്ന സ്ഥിതിയിലേക്ക് പോകും. അത് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കുമെന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നിരീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. KC വേണുഗോപാലിനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ സുപ്രധാനമായിട്ടുള്ള ചില പദവികൾ നൽകണം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത്. VD സതീശൻ തന്നെ ആയിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു എന്ന നിർണായകമായ വിവരം പുറത്തു വരുന്നു. വരും മണിക്കൂറുകളിൽ എപ്പോൾ വേണമെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളത്തിൽ നിന്ന് പോയ VM സുധീരനും ഒപ്പം തന്നെ K മുരളീധരനും അടക്കം ഹൈക്കമാൻഡിന് മുൻപിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി. കാരണം കേരളത്തിലെ നിലവിലെ സ്ഥിതി പ്രതിപക്ഷ നേതാവായ VD സതീശനെ കണ്ടുകൊണ്ടാണ്, അതായത് പാർട്ടിക്ക് അതീതമായ വോട്ടുകൾ UDF ലഭിച്ചത്. അതുകൊണ്ട് തന്നെ VD സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ UDF കോൺഗ്രസിനോ കേരളത്തിൽ ജയിക്കാൻ കഴിയില്ല എന്നടക്കം ഇവർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൈക്കമാൻഡിന് മുൻപിൽ. അതോടുകൂടി രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും വ്യക്തമായൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. VD സതീശനെ അടുത്ത മുഖ്യമന്ത്രിയാക്കും എന്ന തീരുമാനമാണ്. അത് വളരെ വേഗം തന്നെ അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്ന നിർണായകമായ വാർത്ത പുറത്തേക്ക് വരികയാണ്.